ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഉലകം ആലോചിച്ചു കഴിയുമ്പോൾ ഉള്ളതല്ല, സത്യമല്ല. അതുകൊണ്ട് ഗുരു സൂചിപ്പിക്കുകയാണ്, തത്വം ഓരാതവർക്ക് ഇത് ഉലകമായി വിലസും. ഈ തത്വത്തെ ശരിയായ രീതിയിൽ ചിന്തിച്ച് ഉറപ്പിക്കാത്തവർക്ക് ഈ ഉലകം സത്യമായിട്ട് തോന്നുകയാണ്. അതെന്തുകൊണ്ടാണ്? ഭ്രമം കൊണ്ടാണ്, ഭ്രമത്താൽ. അപ്പോൾ ആർക്കൊക്കെയാണോ ഈ കണ്ണുകൊണ്ട് കാണുന്ന ലോകം, നമ്മളീ അനുഭവിക്കുന്ന ലോകം സത്യമായിട്ട് തോന്നുന്നത്, അത് സത്യമാണെന്ന് വിചാരിച്ച് ജീവിക്കുന്നത്, അത് ഭ്രമം കൊണ്ടാണ് എന്ന് ഗുരു പറയുകയാണ്. അപ്പോൾ ഗുരു പറയുന്നത് നമ്മൾ അപ്പാടെ വിഴുങ്ങുക എന്നുള്ളതല്ല, അതിനെ യുക്തിയുക്തം നമ്മൾ ചിന്തിച്ച് ഉറപ്പിക്കണം. നമുക്കതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഗുരുക്കന്മാർ, മഹർഷിമാർ നൽകുന്നുണ്ട്. ഭഗവത്ഗീതയിലും ഉപനിഷത്തിലുമൊക്കെ അവർ കൃത്യമായ സ്വാതന്ത്ര്യം നമുക്ക് നൽകുകയാണ്. ഇത് നീ ചിന്തിച്ചു നോക്കണം, യുക്തിയുക്തം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം വേറെ ആരും നമ്മൾക്ക് നൽകുന്നില്ല. അപ്പോൾ അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ്. പക്ഷെ പലപ്പോഴും ആ ഒരു സ്വാതന്ത്ര്യമാണ് ഇന്ന് നമുക്ക് ആയിട്ടുള്ളത്. നമ്മുടെ മറ്റേത് ഫീൽഡിൽ നമ്മൾ നോക്കുമ്പോഴും അവിടെയൊക്കെ ഈ സ്വാതന്ത്ര്യം ഇല്ല. സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും ഒക്കെ നമ്മൾ പറയുമ്പോഴും അത് തത്വത്തിൽ മാത്രമാണുള്ളത്. നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമുക്കത് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ അപൂർവം ചില ആളുകളിൽ അത് ഉണ്ടാവുമായിരിക്കാം, പക്ഷേ അത്രമാത്രം അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ തത്വം ഓരാതവർക്ക് ഇത് ഉലകമായിട്ട്, ഈ തത്വത്തെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യാത്ത ആളുകൾക്ക് ഇത് സത്യമായിട്ട്, അപ്പോൾ ഇത് സത്യമാണെന്ന് വിചാരിക്കുമ്പോഴോ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരുപാടാണ്. ഈ ശരീരം നശിച്ചു പോകുന്ന ശരീരത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത സൗന്ദര്യവർദ്ധന വസ്തുക്കൾ, അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈ, അതേപോലെ പ്ലാസ്റ്റിക് സർജറി, അങ്ങനെ നശിച്ചു പോകുന്ന ഇത് ഏത് സെക്കൻഡിലും നശിച്ചു പോകാം, നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഉള്ളിലുള്ള സത്ത് അല്ലെങ്കിൽ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തോട് എത്ര നമുക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞാലും, ആർക്ക് പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞാലും, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ സത്ത്, ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത് വേണ്ട. പിന്നെ അത് അറപ്പോടുകൂടിയാണ് കാണുന്നത്. ഒരു ജഡത്തെ, ഒരു മൃതശരീരത്തെ നമ്മൾ എത്രമാത്രം ആദരവ് കാണുമ്പോഴും, ആദരവോടുകൂടി അതിനെ കാണാൻ ശ്രമിക്കുമ്പോഴും, ഒരു സമയം കഴിയുമ്പോൾ നമ്മൾക്ക് പിന്നെ അത് നമ്മിൽ ആദരവല്ല, പിന്നെ ആ ശവത്തോട് അല്ലെങ്കിൽ കാണുന്ന ഒരു വെറുപ്പുണ്ട്. വെറുപ്പെന്ന് പറയുന്നത് വിരോധം കൊണ്ടുള്ളതല്ല, അത് നശിച്ചു പോകുന്ന, ആ ഡീക്കയാവുന്ന. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ശരീരം ഒക്കെ നമ്മൾ വിട്ടു പോകേണ്ടതാണ്. അപ്പോൾ ബോധപൂർവം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പരിമിതികളെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ മായ കൊണ്ട്, ഭ്രമം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ആ ഭ്രമം നിലനിൽക്കുന്നിടത്തോളം കാലം, ഈ മായ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നശിച്ചു പോകുന്ന ശരീരത്തെ നമ്മൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരുപാട് പണം, എനർജിയൊക്കെ നമ്മൾ ചെലവഴിക്കും. ഇപ്പോൾ നമുക്കറിയാം, പല ആളുകളുടെയും, ഭൗതികവാദികളുടെയൊക്കെ ശവം സൂക്ഷിച്ചു വെക്കുന്ന അതിനെത്രയോ ചെലവുകളുണ്ട്. അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ബിംബത്തെ, മൂർത്തിയെ അംഗീകരിക്കാത്തവരാണ്. പക്ഷെ അവരുടെ ഒരു ബിംബത്തെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നിരീശ്വരവാദികളും ഭൗതികവാദികളും ഒക്കെ, യുക്തിവാദികളും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശരീരത്തെ
കുറേശ്ശെ കെമിക്കലുകൾ ഉപയോഗിച്ച് നശിച്ചു പോകാതെ സൂക്ഷിച്ചു വെക്കുന്നത്. പക്ഷെ അതിനകത്ത് നശിക്കാതിരുന്ന ഒന്നുണ്ട്, ചൈതന്യം. ആ നശിക്കാത്ത ചൈതന്യം ഈ നശിച്ചു പോകുന്ന വസ്തുവിനെ ഉപേക്ഷിച്ച് കടന്നുപോയി. അപ്പോൾ ഇങ്ങനെ നമ്മളതിനെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഭ്രമം മാറുകയാണ്. നേരെ മറിച്ച് ഇത് തിരിച്ചറിയാതിരിക്കുന്നിടത്തോളം കാലം അവരുടെ യുക്തിവാദവും മറ്റു കാര്യങ്ങളൊക്കെ അതും ഭ്രമത്തിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഭ്രമം കൊണ്ട് ആണ് ഈ ലോകം ഉള്ളത് എന്ന് നമുക്ക് തോന്നുന്നത്. ആ ഭ്രമത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ അറിവിൻ്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും അറിവ് നമ്മൾക്ക് എപ്പോഴും നമ്മുടെ അകത്തുള്ള ഇരുട്ടിനെ മാറ്റി പ്രകാശത്തെ നൽകുന്നതാണ്. അതായത് ഈ നമ്മുടെ സ്വരൂപം എന്ന് പറയുന്നത് പ്രകാശസ്വരൂപമാണ്, അത് ഇരുട്ടല്ല. ആ രീതിയിൽ നമ്മളിതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് ഗുരു പറയുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.